നടിയാക്രമിച്ച കേസ് കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. 8 വർഷങ്ങൾക്ക് ശേഷം കേസിൽ ശിക്ഷാവിധി എത്തിയപ്പോൾ 6 പ്രതികൾ 1 മുതൽ 6 വരെ പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ള 6 പ്രതികൾക്ക് 20 വർഷം തടവാണ് ശിക്ഷ വിധിച്ചത്. ഇവിടെ മനസ്സിലാകുന്നത്, ഈ വിധിന്യായത്തിന്റെ വിധിപ്പകർപ്പ് കിട്ടിയതിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രോസിക്യൂഷന്റെ പരാജയമാണ് ഈ കേസിൽ 20 വർഷം തടവ് എന്നുള്ള ആ ശിക്ഷയിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാകുന്നു. ദിലീപിനെതിരായ പ്രോസിക്യൂഷന്റെ പ്രധാന വാദങ്ങളെല്ലാം എഴുതിത്തള്ളിയാണ് കോടതിയുടെ വിധിപ്പകർപ്പിലുള്ളത്. ഗൂഢാലോചന നടന്നതിന്, അതായത് ദിലീപ് ഉന്നയിച്ച ഗൂഢാലോചന കുറ്റത്തിനും ദിലീപിനെതിരായി ഉന്നയിച്ച ഗൂഢാലോചന കുറ്റം രണ്ടും തെളിയിക്കപ്പെടാനുള്ള ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പൾസർ സുനി ദിലീപിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളതും ജയിലിൽ നിന്നൊരു കത്തയച്ചു എന്നുള്ളതും ഒക്കെയായിരുന്നു. ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം സംശയത്തോടു കൂടിയാണ് കോടതി ആരായുന്നത്. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടക്കട്ടെ എന്നാണ് കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നത്. 1700-ലധികം പേജുകളുള്ള വിധിന്യായം, ആ വിധിപ്പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ബിനിലാണ് വിശദാംശങ്ങളുമായി, റിയ ബേബിയാണ് വിശദാംശങ്ങളുമായി തുടരുന്നത്. റിയ, പലതരത്തിൽ 8-ാം പ്രതി എന്തുകൊണ്ട് കുറ്റവിമുക്തനായി എന്നുള്ളത് 8-ാം തീയതി ആ വിധി വരുന്ന ആ സമയം മുതൽ ചോദിച്ചിരുന്ന ചോദ്യമാണ്. പക്ഷേ ഈ വിധിപ്പകർപ്പ് പുറത്തെത്തുന്നതോടുകൂടി ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഉത്തരം കിട്ടുന്നു എന്ന് വേണം കരുതാൻ. ഇതിൽ 8-ാം പ്രതി ദിലീപിനെ എതിരെ ചുമത്തിയ കുറ്റങ്ങളൊന്നും തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതി ഈ വിധിന്യായത്തിൽ പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഗൂഢാലോചനയുടെ ആദ്യ ഭാഗം കോടതി തള്ളുന്നത് എങ്ങനെയാണ്? അതായത് ദിലീപിന്റെ ഫോണിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട ഡാറ്റ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്നാണ് സൈബർ വിദഗ്ധനായ സായ് ശങ്കറുടെ മൊഴി. ഈ കേസ് രേഖകൾ ഡിലീറ്റ് ചെയ്തത് പോലീസിനോട് പറഞ്ഞൊരു പീഡനം കാരണമാണെന്ന് പറയുന്നുണ്ട്. കുടുംബ ചിത്രങ്ങളും ചില സ്വകാര്യ ചിത്രങ്ങളും മാത്രമാണ് ആ ഫോണിൽ നിന്ന്, ദിലീപിന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത് എന്നതാണ് ഇതിന്റെ IT വിദഗ്ധൻ സായ് ശങ്കർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, കോടതി ചോദിക്കുന്നുണ്ട്, ഈ ഡിലീറ്റ് ചെയ്ത കേസ് രേഖകൾ ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ പ്രോസിക്യൂഷന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം കൂടി ആ ഗൂഢാലോചന നടത്തിയത്. ഫോണിൽ നിന്ന് ചില സുപ്രധാന ചിത്രങ്ങളടക്കം വീഡിയോ ദൃശ്യങ്ങളടക്കം നീക്കം ചെയ്തു എന്ന പ്രോസിക്യൂഷന്റെ വാദത്തെ തള്ളിക്കൊണ്ടാണ് കോടതി അത്തരം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതോടൊപ്പം പ്രധാനമായും പറയുന്നത്, അതായത് നടിയുടെ വിവാഹം മുടക്കുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്നതാണ് അന്വേഷണ സംഘം പറഞ്ഞത്. എന്നാൽ 2015 അതിജീവിതയുടെ വിവാഹം തീരുമാനിച്ചിരുന്നു. അന്ന് അച്ഛന്റെ മരണം മൂലം അത് നീട്ടിവെച്ചുവെന്നാണ് മൊഴി പറയുന്നത്. അങ്ങനെയെങ്കിൽ അന്ന് എന്തുകൊണ്ട് ഈ കുറ്റകൃത്യം നടപ്പാക്കിയില്ല എന്നാണ് ചോദിക്കുന്നത്. അന്ന് പ്രോസിക്യൂഷൻ അതിൽ പറയുന്നുണ്ട്, ഈ മറ്റൊരു കേസിൽ ഒളിവിലായിരുന്നു പൾസർ സുനി എന്നതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. എന്നാൽ കോടതി പറയുന്നത് ആ വാദം ശരിയല്ല. കാരണം മറ്റു പല കേസുകളിലും ഈ ഒളിവിലാണ് പൾസർ സുനി എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞ സമയത്ത് പൾസർ സുനി കോടതിയിലടക്കം ഹാജരായിരുന്നു എന്ന വാദമാണ് കോടതി പറയുന്നത്. അതോടൊപ്പം തന്നെ മുകേഷിന്റെ ഡ്രൈവറായും ഈ ഒളിവിൽ പോയി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ പൾസർ സുനി ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഒളിവിലായിരുന്നു എന്ന വാദം എങ്ങനെ ശരിയാകുമെന്നൊരു ചോദ്യം കോടതി അവിടെ ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ജയിലിലെ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. ദിലീപിനെ പൾസർ സുനി ജയിലിൽ നിന്ന് വിളിച്ചു എന്ന വാദം തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. പണം ദിലീപ് പൾസർ സുനിക്ക് നൽകി എന്ന വാദം തെളിയിക്കാൻ ആവശ്യമായ മതിയായ രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതാണ് കോടതി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം കോടതി എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പരസ്പരം കോടതിക്കെതിരെ ആരോപണങ്ങൾ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പ്രതിഭാഗവും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ദിലീപിന്റെ അഭിഭാഷകൻ പറയുന്നത്, അതിജീവികൾ സ്പെഷ്യൽ പ്രോസിക്യൂഷൻ പറയുന്നത്, ഈ 8-ാം പ്രതി ട്രയൽ കോടതിയിലെ ജഡ്ജിയെ സ്വാധീനിച്ചു എന്ന ആരോപണമായിരുന്നു മുന്നോട്ട് വെച്ചത്. ദിലീപിന്റെ അഭിഭാഷകർ മുന്നോട്ട് വെക്കുന്നത് അന്വേഷണ സംഘവും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ചേർന്ന് ഈ കേസിന് തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയെന്ന വാദം മുന്നോട്ട് വെക്കുന്നുണ്ട്. നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിച്ചു എന്ന വാദം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഈ കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അവിടെയാണ് ഈ ജഡ്ജി പറയുന്നത്, എന്തൊക്കെയാണെങ്കിലും ഇത് മഞ്ഞുമല ഒരു പ്രയോഗം തന്നെ ജഡ്ജി അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധിന്യായത്തിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടക്കട്ടെ എന്നാണ് വിധിന്യായത്തിൽ അതിനോട് ചേർത്ത് വെച്ച് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഈ ഗൂഢാലോചന വാദം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പകർപ്പുകളിൽ നിന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്.
റിയ, ഒരു പരാമർശത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ദിലീപിന്റെ ഫോണിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ ഒന്നും ഡിലീറ്റ് ചെയ്തില്ലെന്ന് സൈബർ വിദഗ്ധൻ സായ് ശങ്കറുടെ മൊഴി പരാമർശിക്കുന്നു. ഡിലീറ്റ് ചെയ്തത് സ്വകാര്യ ചിത്രങ്ങളും കുടുംബ ചിത്രങ്ങളും മാത്രമെന്നതിൽ പറയുന്നു. അടുത്ത വരിയാണ്, കേസ് രേഖകൾ ഡിലീറ്റ് ചെയ്തെന്ന് പോലീസിനോട് പറഞ്ഞത് പീഡനം കാരണം എന്നൊരു വരിയുണ്ട്. ഈ വരിയുടെ വ്യക്തതയാണ് ഇപ്പോൾ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വരി ഒന്ന് പറയാമോ? ഈ പരാമർശം എന്താണെന്ന് മനസ്സിലായില്ല. അതായത് ഈ കേസിൽ ഒരു തെളിവായി ദിലീപിന്റെ ഫോണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കോടതിയിൽ എത്തിയിരുന്നു. അതിൽ ചില നിർണായകമായ വിവരങ്ങൾ മനഃപൂർവ്വം മാറ്റിക്കളഞ്ഞിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നതായിരുന്നു അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച വാദം. അതിന് സൈബർ വിദഗ്ധനായ സായ് ശങ്കറുടെ മൊഴി ഉണ്ടായിരുന്നു. പിന്നീട് പല ഘട്ടത്തിലും നമ്മൾ കണ്ടതാണ്. ആ മൊഴിയിൽ പലതരത്തിലുള്ള മാറ്റിമറിച്ചിലുകളൊക്കെ സംഭവിച്ചത് കണ്ടതാണ്. അതാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ഈ പറയുന്നത് ഈ പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും ആ ഫോണിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല എന്ന വാദമാണ് അവിടെ ഉന്നയിക്കുന്നത്. ഈ ചില സ്വകാര്യ ചിത്രങ്ങളും കുടുംബ ചിത്രങ്ങളും മാത്രമാണ് നീക്കം ചെയ്യപ്പെട്ടെന്ന വാദമാണ് അവിടെ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള വിവരങ്ങളും നീക്കം ചെയ്തിട്ടില്ല എന്നതായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. അതിന് തന്നെ ഈ സൈബർ വിദഗ്ധൻ സായ് ശങ്കറുടെ പിന്നീടുള്ള ഒരു മൊഴി കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ആണ് അവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ കോടതി ചോദിക്കുന്നത്, പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു ആരോപണമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഡിലീറ്റ് ചെയ്ത രേഖകൾ റിക്കവറി ചെയ്ത് കോടതിക്ക് മുമ്പാകെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു കാര്യമാണ് അവിടെ കോടതി പ്രധാനമായും ചോദിക്കുന്നത്. അതായത് പ്രോസിക്യൂഷൻ കോടതിയെ സംശയനിഴലിലാക്കി എന്നുള്ളതാണ് ഈ വിധി പകർപ്പിന്റെ ഒരു ആദ്യ പേജുകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നാണ് തിരിയുന്നത്. ജയിലിലെ ഫോൺ വിളിയിൽ സംശയമുയർത്തുകയാണ് കോടതി. സാക്ഷിയായിരുന്ന ജിൻസൺ പ്രതിയാകേണ്ടതല്ലേ എന്നുള്ള ചോദ്യം വരുന്നു. ഗൂഢാലോചന നടന്നുവെന്നതിന്റെ തെളിവുകൾ അപര്യാപ്തമെന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ടാണ് ഈ 6 പ്രതികൾക്കും 20 വർഷം തടവ് എന്നുള്ളത് പറയുന്നു. 8-ാം പ്രതിയെ വെറുതെ വിടുന്നു. 8-ാം പ്രതിയെ മാത്രമല്ല, 8-ാം പ്രതിയും 15-ാം പ്രതിയും അടക്കമുള്ള 4 പ്രതികളെ വെറുതെ വിട്ട കേസാണ്. ആരോപണങ്ങൾ, ഗൂഢാലോചന വാദങ്ങളെല്ലാം തള്ളുകയാണ് കോടതി. 1709 പേജുകളുള്ള വിധിന്യായമാണ്, ആ വിധി പകർപ്പാണ്. അതിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. റിയ, ഈ ഒരു വിധി പകർപ്പിന്റെ ഇത് കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ അപ്പീൽ പോകും. 2 ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് അടക്കം പറഞ്ഞിരുന്ന ദിലീപിന്റെ ഭാഗത്തു നിന്നും വന്നൊരു കാര്യമായിരുന്നു നിയമ നടപടിക്ക് പോകുമെന്നുള്ളത്. അപ്പോൾ വിധി പകർപ്പ് വന്നിരിക്കുന്നു. ഇനി എന്താകുമെന്നുള്ളതാണ്. ഈ കേസിൽ ഇനി അപ്പീൽ പോയാൽ എന്താകും? ഈ വിധി പകർപ്പ് അതിനൊരു വലിയ നിർണായകമായിട്ടുള്ള ഒരു കാര്യമല്ലേ? 1708ഓളം പേജുകളുള്ള വിധിന്യായമാണ്. അതിന്റെ ഏതാനും ചില ഭാഗങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തുകയോ ഒരു അഭിപ്രായം പറയുകയോ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. ഇതിൽ പ്രോസിക്യൂഷൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അപ്പീൽ പോകും എന്ന കാര്യം അത് സർക്കാരിനെ ധരിപ്പിക്കും. അത് മുന്നോട്ട് പോകും എന്നതാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അപ്പീൽ പോയാൽ അത് ആർക്ക് ഗുണകരമാകും? പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങൾ, ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്ന വാദങ്ങൾ നിലനിൽക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. പ്രോസിക്യൂഷൻ ആദ്യഘട്ടം മുതൽ പറഞ്ഞത് കൃത്യമായ തെളിവുകൾ തങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. ഈ കേസിൽ ദിലീപിന് ഗൂഢാലോചനയ്ക്ക് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് എന്നതായിരുന്നു പ്രോസിക്യൂഷൻ ആദ്യഘട്ടം മുതൽ മുന്നോട്ട് വെച്ചത്. നിലവിൽ അതിൽ എന്തൊക്കെ കാരണങ്ങൾ മുൻനിർത്തിയാണ് ദിലീപിനെ ഗൂഢാലോചനയ്ക്ക് പങ്കില്ല എന്ന് കോടതി കണ്ടെത്തിയിരുന്നാലും നീതി നടപ്പാകട്ടെ എന്ന് ജഡ്ജ് പറഞ്ഞിരിക്കുന്ന ആ വിധിന്യായം, കോടതിയുടെ 1709 പേജുകളുള്ള വിധിന്യായം, വിധിപ്പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ്.